നന്നാവാൻ തീരുമാനിച്ചതാ. അപ്പോഴാണ് ചിലർ പറയുന്നത് കേട്ടത്, നല്ല മനുഷ്യരെ ദൈവം നേരത്തെ മുകളിലോട്ട് വിളിക്കും അത്രേ. എൻ്റെ അമ്മോ, നിർത്തി. ഞാൻ പഴയ പോലെ ആയി. ഉമ്മ. ഓയ് 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 ടാൻ 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 ടാൻ. ഓയ് 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 ഓയ്. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ അനിയൻ്റെ സൈക്കിള്, പിന്നെ അങ്ങോട്ട് ഞാൻ. ഒരു ശരാശരി മലയാളിയുടെ ജീവിതം. ജനിക്കുന്നു, നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്നോർത്ത് ജീവിക്കുന്നു, മരിക്കുന്നു, ശുഭം. ഒരു വലിയ ലോൺ ബാങ്കിൽ നിന്നും എടുത്തിട്ട് ചെറിയ ലോണെല്ലാം അടച്ചു തീർത്തതിന് ശേഷം ആണുങ്ങൾ തലവേദന കാരണം സ്വന്തമായിട്ടൊരു ചായ ഇട്ട് കുടിച്ചു. ഇപ്പോൾ വയറ്റിളക്കം കാരണം ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ വയ്യ, ശുഭം. രാത്രി 2 മണിയായപ്പോൾ എൻ്റെ ചങ്ക്. ഹലോ. ഒരിക്കലും ഒരു പെണ്ണിനെ വിശ്വസിക്കരുത്. കാരണം ഗേൾസ് ഈസ് ടെമ്പററി, സക്സസ് ഈസ് പെർമനന്റ്. ഓക്കെ, ഇത് മറക്കേ ചെയ്യരുത്. എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ കണ്ടുവരുന്ന ഒരു കാഴ്ച, എൻ്റെ മുന്നിലത്തെ ബെഞ്ചിൽ നിന്നും എക്സാം എഴുതിയ ചങ്ക്, പിന്നെ എൻ്റെ പുറകിലത്തെ ബെഞ്ചിൽ ഇരുന്ന് എക്സാം എഴുതിയ ചങ്ക്, ഇനി ഇവരെ രണ്ടുപേരെ ഇടയിൽ ഇരുന്ന് ഇവരുടെ പേപ്പർ കോപ്പി അടിച്ച് എക്സാം എഴുതിയ ഞാൻ. ഓഹ്, എന്ത് ചെയ്യാനാലേ. കഴിവുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കും, കഴിവില്ലാത്തവരങ്ങനെയും. ശുഭം. നാളെ മുതൽ നേരത്തെ എണീച്ച് നന്നാവാൻ തീരുമാനിച്ചിട്ട് കിടന്നതാ. രാവിലെ നേരത്തെ എണീച്ചൊന്ന് നോക്കുമ്പോഴേക്ക് ഉച്ചയ്ക്ക് 12 മണി. ഇനിയിപ്പോൾ നാളെ നന്നാവാം, ശുഭം. ചില ആളുകൾ, എൻ്റെ പൊന്നളിയ, എനിക്ക് രാത്രി 12 മണി 1 മണി ആയതുകൊണ്ട് ഉറക്കം വരില്ല. 1 മണിയാ, എനിക്ക് മിനിമം 3 മണി കഴിയാണ്ട് ഉറക്കം വരില്ല. ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന ഞാൻ രാത്രി 10 മണി കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ വെറുതെ റോട്ടിലൂടെ നടന്നു പോകുന്ന ഞാൻ അയ്യോ, പിള്ളേര് പിടുത്ത കാര്യം. അയ്യോ.